15,000 രൂപയ്ക്ക് താഴെ ഒരു നല്ലൊരു ഗെയിമിംഗ് ഫോൺ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഗെയിമിംഗ് ഫോൺ വരുന്നുണ്ടോ? അപ്പോൾ 15,000 രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ ഗെയിമിംഗ് ഫോൺ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു ഫോൺ ഇറങ്ങുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെക്കായിട്ട് ഇറങ്ങുന്ന ഒരു ഫോൺ നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടി എടുക്കാം. അല്ലാണ്ട് ഗെയിമിങ്ങിനായിട്ടൊരു ഫോൺ എനിക്ക് ഇതൊന്നും ഈ റേറ്റിൽ ഇറങ്ങുന്നില്ല. പിന്നെ ഒരു 1000 രൂപ കൂടി കൂട്ടിയിട്ട് അതൊരു 16,000 രൂപ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നോൻ്റെ പോവ 5 Pro എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതൊരു ഈ ടെക്നോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഗെയിമിംഗ് ഫോണാണ് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് കൂട്ടാം. കാരണം ഒരു ഗെയിമിംഗ് ഫോൺ വേണ്ട രീതിയിലുള്ള സ്പെക്കുകളാണ് അവരെ ഡിസൈൻ തോന്നുന്നത് ആ ഒരു മോഡലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു 15,000 രൂപയുടെ ഉള്ളിൽ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ല സ്പെക്കുകളാണ് നമുക്ക് ഗെയിമിങ്ങിനും ഡേ ടു യൂസും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ആൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 4-5 ഫോൺ ഞാനിവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം.